സ്വന്തം മകളെ കാണുന്ന വാപ്പയുടെ ദൃശ്യം. കിലോമീറ്റർ ചുറ്റളവെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഹൃദയയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ദീപക് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. ചങ്കുപിടയുന്ന കാഴ്ചയാണ്. പേരമകളെ കാണാൻ വന്ന മുത്തശ്ശിയുടെ ചിത്രം കാണാം, വാപ്പയുടെ ദൃശ്യങ്ങൾ കാണാം. ഇന്നലെ ഈ ദിവസം ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി അവസാന തയ്യാറെടുപ്പുകൾ നടത്തിയ കുഞ്ഞുങ്ങളാണ്. ഇന്ന് പുലർച്ചെ ചേതനയേറ്റ ശരീരങ്ങളായി വീടിന് മുന്നിൽ പെട്ടികളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ചില്ലുപെട്ടികളിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ഐശ്വര്യമുള്ള ഓമനത്വമുള്ള മുഖങ്ങൾ കണ്ട് പൊട്ടിക്കരയുന്ന ബന്ധുക്കൾ. ചിലരെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധമായിരുന്നു ഇന്നലെ സ്ഥലത്ത് നിന്നും ഇവരെ ചേർത്തു പിടിച്ചെടുത്തത്. കയ്യിലെ വാച്ച് കണ്ടാണ് ഇതിൽ ഒരു വിദ്യാർത്ഥിനിയെ തിരിച്ചറിഞ്ഞത്. ചില്ലുപെട്ടിയിൽ തങ്ങളുടെ കുഞ്ഞോമന കിടക്കുന്നത് കണ്ട് ഇപ്പോഴും വിശ്വസിക്കാനാവാതെ ഹൃദയം തകർന്നിരിക്കുന്ന ബന്ധുക്കളുടെ ദൃശ്യങ്ങളാണ് കണ്ടത്. ദീപക്കിലേക്ക് മടങ്ങിയാൽ ദീപക് തുടരാം. അരുൺ, ഞാൻ പറഞ്ഞു വന്നത് ഏതാണ്ട് 1/2 കിലോമീറ്റർ ചുറ്റളവിൽ ഹൃദയഭേദകമായ കാഴ്ചകൾക്കപ്പുറത്ത് നമുക്കൊന്നും തന്നെ കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. ഇവിടേക്ക് എത്തുന്ന ഓരോരുത്തരും അങ്ങനെ കണ്ണ് ഇറങ്ങണിഞ്ഞല്ലാതെ കാണാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് തൊട്ടടുത്ത വീടുകളിലുള്ള എല്ലാവരും പരസ്പരം അറിയുന്നവരാണ്. പ്രത്യേകിച്ച് ഈ കുട്ടികളെല്ലാം തന്നെ അങ്ങനെ കണ്ട് സൗഹൃദത്തോടുകൂടി മുന്നോട്ട് പോയിരുന്നവരാണ്. ഇപ്പോൾ ഞാനുള്ളത് ഇർഫാനയുടെ വീട്ടിലാണ്. ഇവിടെ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തന്നെ അല്പം മുൻപാണ് ഇർഫാനയെ ഒന്ന് കാണാൻ വേണ്ടി ഉമ്മ ഫാരിസയെ ബന്ധുക്കളെല്ലാം ചേർന്ന് ഈ മുറ്റത്തേക്ക് എത്തിച്ചത്, ഇർഫാനയെ കിടത്തിയിരിക്കുന്ന ഇടത്തേക്ക് എത്തിച്ചത്. എങ്ങനെയാണ് ആ ഉമ്മ ഒരു നോക്ക് കണ്ട് അകത്തേക്ക് മടങ്ങിയത് എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം അത്ര കണ്ട് ഹൃദയഭേദകമായ കാഴ്ചകൾ തന്നെയാണ്. കാരണം കൺമുന്നിൽ നിന്ന് സ്വന്തം മകളെ അപകടം തട്ടിയെടുത്തതിൻ്റെ വേദന അതെങ്ങനെ അവരിനി മറികടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് 4 കുഞ്ഞുങ്ങളാണ് ഫാരിസ സലാം ദമ്പതികൾക്ക് ഉള്ളത്. അതിൽ ഏറ്റവും മൂത്തയാളാണ് ഇർഫാന. ആദ്യമായി അവരുടെ മുന്നിലേക്ക് എത്തപ്പെട്ട കുഞ്ഞ്. അത്ര കണ്ട പരിലാളനയോടുകൂടി തന്നെ ഇർഫാനയെ അവർ നോക്കിയിട്ടുണ്ടാകും. സ്വാഭാവികമായും അവളുടെ കളിച്ചിരികൾ തന്നെയായിരിക്കും ആ കുടുംബത്തിന് ആദ്യഘട്ടം മുതൽ സന്തോഷം പ്രദാനം ചെയ്തിട്ടുണ്ടാവുക. ആ കുഞ്ഞാണിപ്പോൾ പാതി വഴിയിൽ യാത്ര മതിയാക്കി തിരികെ പോകുന്നത് എന്നുള്ളതാണ്. ഇന്നലെ ഈ ഡോക്ടറെ കാണിക്കുന്നതിനൊക്കെ വേണ്ടി ഇർഫാനയെ കൊണ്ടുപോകുന്നതിനായി ഉമ്മ എത്തുന്നുണ്ട്, അവളെ കാണുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ അപകടം സംഭവിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ കൺമുന്നിൽ നിന്ന് തൻ്റെ മകളെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ മരണം വിളിച്ചു കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ഒരു ഉമ്മയുടെ ഏറ്റവും വേദനാജനകമായ അവസ്ഥ. ഇർഫാനയുടെ പിതാവ് ഈ നാട്ടിൽ തന്നെയുള്ള ഒരു റൈസ് മില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലെടുത്ത് ജീവിക്കുന്നയാളാണ്. അത്ര കണ്ട് സാമ്പത്തികമായി വലിയ മുന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളൊന്നും തന്നെയല്ല ഈ കുട്ടികളുടേതൊന്നും തന്നെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ പ്രാർത്ഥന ചടങ്ങുകളൊക്കെ തന്നെ വീടുകളിൽ നടക്കുകയാണ്. രാവിലെ മുതൽ ഏതാണ്ട് 6 മണിയോടുകൂടി തന്നെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചു. അതിനുശേഷം ഇങ്ങനെ ആളുകൾ നിരനിരയായി വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു വീട് കയറി തൊട്ടടുത്ത വീട്ടിലേക്ക് എത്തി. അങ്ങനെ ഈ നാടൊന്നടങ്കം ഈ കുഞ്ഞുങ്ങൾക്ക് യാത്രാമൊഴി നൽകാൻ വേണ്ടി എത്തുകയാണ്. ആർക്കും പക്ഷേ അവരുടെ വികാരങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട്. അപ്രതീക്ഷിതമായ ദുരന്തം, ഒരിക്കൽ പോലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമെന്ന് നനയ്ക്കാതിരിക്കുന്നിടത്തേക്കാണ് വലിയ ദുരന്തം ഈ നാടിനെ ഒന്നാകെ വേദനയിലാഴ്ത്തി കടന്നു വരുന്നത്. ചെറുള്ളി ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ 1/2 കിലോമീറ്റർ ചുറ്റളവെന്ന് പറയുമ്പോൾ ആദ്യ വീട് മുതൽ പിന്നീട് ഇങ്ങോട്ട് ഓരോ വീടുകളും മരണവീടായി മാറി നിൽക്കുന്ന സാഹചര്യം എന്ന് തന്നെ പറയേണ്ടി വരും. അത്ര കണ്ട് ഇഴയടുപ്പമുള്ള ആളുകളായിരുന്നു. പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഓരോ ദിവസവും സ്കൂളിലേക്ക് പോകുന്നത് ആദ്യ ആൾ മുതൽ പിന്നീട് ഇങ്ങോട്ട് റോഡരികിലേക്ക് എത്തുന്നത് നിതയുടെ വീട് വരെ എത്തുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഈ 4 സംഘം അല്ലെങ്കിൽ 5 പേർ ഒന്നിച്ച് സ്കൂളിലേക്ക് പോവുക, മടക്കവും ആ തരത്തിൽ തന്നെ എന്നുള്ളതായിരുന്നു. ആ സന്തോഷങ്ങളെയൊക്കെ തല്ലിക്കെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാകുന്നത്. അപകടത്തിൽ 4 പേരുടെ ജീവൻ പൊലിയുകയും ചെയ്യുന്നത്. ഇനി ഏതാനും സമയം മാത്രമാണ്, ഏതാണ്ട് 1 മണിക്കൂർ സമയം മാത്രമായിരിക്കും ഈ ചെറുള്ളി ഗ്രാമത്തിലെ ഈ വീടുകളിൽ അവർ ഉണ്ടാവുക എന്നുള്ളതാണ്.